എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പാൽ കൊഴുക്കട്ട വീഡിയോ ആണ്. ഈ ഒരു ഓണക്കാലത്ത് പലതരം മധുര പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലൊരു സ്വീറ്റ് റെസിപ്പി എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായ ഈ ഒരു റെസിപ്പി അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാട്ടോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ചവ്വരിയും പാലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനായിട്ട് ചവ്വരി ഉപയോഗിക്കുന്നത് വളരെ തന്നെ നല്ലതാണ്. അതുപോലെ ഈ ഒരു ചവ്വരി പാലിൽ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു ചൂയി ടേസ്റ്റിലേക്കാണ് മാറി വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് ചവ്വരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. കഴുകി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ചവ്വരി 2 തരത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അല്പം വലിപ്പമുള്ളതാണ്. അങ്ങനെ ഞാനിവിടെ ചവ്വരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുക്കുന്നതിനായിട്ട് നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചവ്വരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് കുതിർന്നു വരാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. ചവ്വരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അരമണിക്കൂറിന് ശേഷം കുതിർത്തിയ ചവ്വരി ഞാനിവിടെ തുറന്ന് നോക്കുവാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചവ്വരി എല്ലാം തന്നെ നല്ല പോലെ വെന്തൊന്ന് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം മുഴുവനും തന്നെ കുടിച്ച് വീർത്താണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചവ്വരി ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരി നല്ലോണം തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിന്ന് വളരെ മധുരം കുറച്ചാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് 1.5 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർക്കണം. ഇനി ഒന്നുകൂടെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മധുരം ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മധുരം ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് കൂടുതൽ അളവിൽ തന്നെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ഇതുപോലെയാണ് ഞാനിപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു ബോള് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്തതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പാക്കി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കി മാറ്റാം. അങ്ങനെ എല്ലാം ഞാനിവിടെ ബോൾ രൂപത്തിലേക്ക് ഒന്ന് ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾ മുഴുവനും തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ചുവട് കെട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 300 മില്ലി അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഓട്ടുരുളി ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പാല് തിളച്ച് കിട്ടും. നല്ല വെട്ടി തിളക്കുന്ന പാകത്തിലേക്കായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോളും പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാലിലേക്ക് ബോളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അനക്കാതെ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവി ഉപയോഗിച്ച് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് അധികം പ്രസ് ചെയ്യാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബോളെല്ലാം പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ബോൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയാൽ പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മധുരം ചേർക്കാം. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി വെട്ടി തിളച്ച് വരുന്ന പാകത്തിലേക്കായി വരണം. അതുപോലെ ഈ ഒരു പാലിൽ കിടന്ന് നമ്മുടെ ബോൾസ് എല്ലാം നല്ല പോലെ തന്നെ വെന്തും കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടത്. നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ തന്നെ പാചകം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് വീണ്ടും നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പാലൊക്കെ തിളച്ച് ഒന്ന് കുറുക്കിയ പാകത്തിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ അളവില് കസ്റ്റാർഡ് പൗഡർ ആണ്. നിങ്ങളുടെ കൈവശം കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ 1 സ്പൂൺ അളവില് അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഈ പൊടിയിലേക്ക് 300 മില്ലി പാലും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
കട്ടകളൊന്നും തന്നെ ഇല്ലാതെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പാൽ മിക്സിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വളരെ മധുരം കുറച്ചാണ് ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരണം. അതുവരെയും ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിലായിരിക്കണം ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടതും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു അയവിനാണ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ഈ മിക്സ് ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കാം. അതുവരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ട് മാറിയിട്ടുമുണ്ട്. ബോൾസ് എല്ലാം നല്ല പോലെ വെന്ത് നല്ല പാകമായി വന്നിട്ടുമുണ്ട്. ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് 1 ലിറ്റർ പാൽ ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നാളികേര പാല് ചേർത്തും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിഭവം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നതിനായി 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കാം. നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നന്നായിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു ഓണനാളിൽ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ കാണും വരെയും വീണ്ടും കാത്തിരിക്കുക.